അവിടെ വെച്ച് നമ്മളൊരു ഗാനം എന്തായാലും തുടങ്ങാം. അതിന്റെ കാർന്നിരുന്നുണ്ടെനിക്ക് ജനയുടെ പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടല്ലോ ഇവിടെ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും കമ്മിറ്റിയിൽ ഇത്രയും ആൾക്കാർ കൂടിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ ഒരു കമ്മിറ്റി. ഞാൻ പ്രതീക്ഷമായിട്ടാണ് വന്നത്. ഇന്നും എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നുള്ള പരിപാടിയിലിരിക്കുകയാണ്. അപ്പോൾ നാളെ കാലത്ത് പോകാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പരിപാടി നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ എല്ലാം മുന്നോട്ട് സജീവമായി പോകണം. അതിന് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരും പങ്കെടുത്തതിൽ കൃത്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തും. ഉദ്ഘാടനം ചെയ്തതായി സംഗീത സായാഹ്നാണ് എല്ലാ ദിവസവും. സംഗീത സായാഹ്നം ചെയ്യേണ്ട ഒരു പാട്ട് പഠിച്ച ഉദ്ഘാടനം അവിടെ ചെറിയ പാടട്ടെ കുപ്പിവള എന്ന സിനിമയിലെ ഒരു 4 വരിയാണ് ഞാൻ പാടാൻ പോകുന്നത്. കുപ്പിവള എന്ന സിനിമയിലെ എടുക്കേണ്ടത് പാട്ടൊന്ന് കിട്ടിയോ? പാടിക്കോ. അതിന് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരും പങ്കെടുത്തതിൽ കൃത്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് അപ്പൊ സംഗീത സാധനം ചെയ്യേണ്ട ഒരു പാട്ട് പഠിച്ചു കൊടുക്കാനാണ് നമ്മള് യുവതാരണ എങ്ങനെ സാധനം കുടിവെള്ളത്തിന്റെ ഒരു ചായക്കട ഇതൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ ൂതിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബേ എനിക്കേകിയ മലർമുത്ത് കൽബിന്റെ കണ്ണെ ഉറങ്ങുറങ്ങു കൽപ്പിച്ചു റബ്ബേ എനിക്കേകിയ മലർമുത്ത് കൽബിനെ ഉറങ്ങുറങ്ങു കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ ചൂട്ടിലെ കുഞ്ഞിത്തത്തെ ചൂട്ടിലെ കുഞ്ഞിത്തത്തെ കൺമണി നിൻമലർപ്പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനെന്നാലും കൺമണി നിൻമലർപ്പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനെന്നാലും ഉമ്മാടെ കണ്ണാണ് ഉപ്പാടെ കരളാണ് ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ കാണാൻ പറ്റാത്ത ഉമ്മാടെ കണ്ണാണ് ഉപ്പാടെ കരളാണ് ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബേ എനിക്കേകിയ മലർമുത്തെ വന്നു കൽപ്പിച്ച റബ്ബേ എനിക്കേകിയ മലർമുത്തെ കൽബിന്റെ കണ്ണെ ഉറങ്ങുറങ്ങു കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ
ജനേട്ടവിടെ ആ ഫ്രൂട്ട് കട അല്ലേ? ഫ്രൂട്ട് കട തന്നെ. അല്ലേ അതിന്റെ അടിയിൽ ഒഴിക്കുന്ന വേറെ സാധനം ഉണ്ടാവുമല്ലോ. ഒഴിച്ചിട്ടുണ്ട് സ്വാഗതം പറയാം. പ്രാർത്ഥന എന്ത് കാര്യത്തിനും അതിൻ്റെതായ ഒഴിച്ചു ഗ്യാസ് പോയിട്ട് കുടിച്ചിട്ട് അല്ല അതും പണ്ടു പാടിയ പാട്ടിയൊരെണ്ണം നെഞ്ചിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ ഹൃദയം കൊണ്ടുപോകരുതേ. പുതിയ ആളുകളായിട്ടാന്ന് പറയാനുള്ള ഒരു അതാണ്. ആ പഴയ ആളുകൾ നമ്മുടെ കുറവുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു സുഖം ഒരു വലുതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ സന്തോഷം. പിന്നെ നാസറിന്റെ വരവ്, നാസർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോ വന്നതിന് ശേഷം നമുക്കൊരു ഉണ്ടായ ഒരു സംഗതി, അത് ചില ആളുകളുടെ ഒരു ഇതാണത്. അവരത്രയും അതിൻ്റെ അവർക്ക് കുറേ ഐഡിയകളും അത് ഉള്ള ആളുകളാണ്. അപ്പോൾ പോകുമ്പോഴും ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം ഓരോരുത്തരും അത് ബാധിച്ചു നമുക്കറിയില്ല. ഇപ്പോൾ ഷംസു, ഞങ്ങൾ അതിരപ്പള്ളി ടൂറൊക്കെ പോകുമ്പോൾ പോയി പോകുമ്പോൾ ഇവിടുന്ന് ചെമ്മീൻ പൊടി, സ്റ്റൗവ്, കോഴിമുട്ട, കഞ്ഞിയൊക്കെ കഞ്ഞിയാണെന്ന് അറിയില്ല, ബീഫ് ഇതൊക്കെ അതിരപ്പള്ളി പോവുക, അവിടെ വെച്ച് ഉണ്ടാക്കുക. ഫ്രണ്ട്സൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലാണ് മറ്റേ ചാളൊക്കെ നിസ്കരിക്കുക. അതൊക്കെ ഇപ്പോഴും കൂടുതൽ നമ്മളത് അതിൻ്റെ ഒരു ആ ഇതിലൂടെ നമുക്ക് പോകാൻ നമുക്ക് സാധിക്കും. എല്ലാവരും സലീമൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരെയും സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെതാക്കാനും ഇപ്പോൾ നമ്മൾ തീർച്ചയായും ശ്രമിക്കണം. നമ്മൾ അന്ന് ചെയ്യാത്തത് അന്ന് നമുക്ക് പലരും ചെയ്തില്ല, നാട്ടിലുള്ളവർ പലരും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു 10-4 വർഷം ഇനിയും നമുക്ക് സമയമുണ്ട്. അതിൽ വയസ്സ് ഒരു വിഷയേ അല്ല, വയസ്സല്ല. നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ആ കൂട്ടായ്മ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഇതാണ്. അത് നിലനിർത്താൻ നമുക്ക് ഒരു വിഷയമില്ല. എനിക്ക് ഒന്നാമത്തെ എന്നെ പറ്റിയിട്ടൊരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ ശരിയാണ്. എന്ത് എനിക്ക് ആസ്വാദകനല്ല, അരോചകമാണ്, മറ്റെന്താണ് റഫാണ്. എപ്പോൾ നോക്കുമ്പോൾ ഗൗരവമായിട്ട് പറയണമെന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എൻ്റെ നന്നായിടത്തവർക്ക് അറിയാം നമ്മൾ അത്ര കൊണ്ട് അങ്ങനെയൊക്കെ ആവുന്നു നോക്കാം. നന്നായിട്ട് ഏറ്റവും കൂടുതലടുത്തവർക്ക് മുഴുവൻ രൂപ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും കുറച്ച് ആദ്യമായിട്ട് അമുഖമായിട്ട് പറയാനുള്ളത് തന്നെ ഇന്നിവിടെ ഇരിക്കേണ്ടി വന്നത് നമ്മളിൽ ഉണ്ടായ ഇവിടെ ഇരിക്കേണ്ടത് വളരെ നിസ്സാരമായി ഒന്നും മനസ്സിൽ കഴിച്ചില്ല ആരും. ഇന്ന് എന്തുതന്നെയായാലും അവിടെ ഇരിക്കുന്നത് നമ്മൾ മനസ്സിൽ കഴിച്ചില്ല. അവിടെ ഇരിക്കാമായിരുന്നു, ഒരു തടസ്സം അവിടെ അല്ല. ഇപ്പൊ കുറച്ച് സാധനം കൂടിയതിന്റെ കാരണം വെച്ചാൽ ഇന്ന് സലീമിന്റെ വക സാധനം അവിടെ ഇറക്കിക്കൊണ്ട് വന്നതാണ്. ഒരു ചൂലും ഒരു പഴയ 4 കസേരയും ഇതിനാട്ടി മനോഹരമായിട്ടിരിക്കുന്നു. ഒരു തടസ്സമല്ലേ, ബൈക്കൊക്കെ നടന്നല്ലോ. അപ്പൊ 2 സിറ്റി നടന്ന പൈസ കടണ്ട്, അത് പറഞ്ഞ. അപ്പൊ അതിനാണ് ആദ്യം വേണ്ടത്. ഞാൻ പറയുന്നത് സംഘടനാപരമായിട്ടൊരു കാര്യത്തിന് മെയിനായിട്ട് വേണ്ടത് ഒന്നതാണ്. മൊത്തത്തിൽ പറഞ്ഞു ഒരു കാര്യം സെലി പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യം. പാട്ട് പാടിയിരുന്നു. ഈ ഗാനായാലും ശരി, പ്രവൃത്തിയായാലും ശരി, പാചകമായാലും ശരി, ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വന്നിട്ട് പെണ്ണ് ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും അത് നന്നായി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ഇഷ്ടമാണെന്ന്.
അത് ഒരു കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ച കുടുംബത്തിനോട് പോയിട്ട് പറയാം ബീഫ് അതിപ്പോ ആരും ബീഫാണെന്ന് പറഞ്ഞു മട്ടന്റെ ടേസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു എന്ത് സന്തോഷം. ആ സെയ്തു സംസാരിക്കാൻ എന്റെ ഇപ്പൊ സെയ്ത് ഇപ്പൊ ആരോഗ്യം രണ്ടു വാക്ക് സംസാരിക്കുന്നു സെയ്ത് അവിടെ ഇരുന്ന് ഈ വയസ്സോട്ട് ഇമ്മന്റെ ആൾക്കാരങ്ങാൻ പോയി എന്താക്കലല്ലോ പോസിറ്റീവ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ വയസ്സ് കൂടിയെന്ന് എന്ത് ലോകാരോഗ്യ സംഘടന യുവത്വത്തിന്റെ പരിധി 70 മാറ്റിയിരിക്കുക. എന്നിട്ട് 70 താഴെയുള്ള 60 മേലുള്ള ഒന്ന് ഞാണ്ട് ജോസഫ് ജനേട്ടനാണ് ഇപ്പോൾ ഏറ്റവും സീരിയസ്. ജനേട്ടൻ നിങ്ങളെങ്ങാട്ടി കൊടുക്കുള്ളൂ. ജനേട്ടൻ ഉടനെ നിങ്ങളൊന്ന് പാലത്തോടെ ഒന്ന് നോക്കണം. മനസ്സാണ് അപ്പൊ ആദ്യം വേണ്ടത്. നമ്മൾ പ്രായം 2 മണിക്കൂർ കേട്ടു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ബഹുമാനം സാറിനോട്. ഇത് കേട്ടപ്പോ എനിക്കെന്തോ ഒരു മാനസികമായിട്ട് ഒരു വിഷമം തോന്നിയിരുന്നു. നമ്മുടെ ഇവിടുത്തെ നിയമം ഷണ്ടത്തുള്ള നിയമം നമ്മുടെ യുവതാരയില് ഓണത്തോടനുബന്ധിച്ച് ഒത്തുകൂടാന്ന് പറഞ്ഞ ഇത്രയും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവര് ഒപ്പം വേണം. 2 സാക്ഷികൾ സെല്ലി, മനാഫ്, നാസർ ഈ സാക്ഷികൾ ഒപ്പിടാൻ എത്തിച്ചേർന്നിട്ടില്ല. അനിയെ നേരം വഴിയാലും എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സലീമിന്റെയും നാസർ ഇപ്പത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മനാഫിന്റെ ഒരു അറിയിപ്പുമില്ല. അപ്പൊ എന്നാ അങ്ങനെ മതി. വേറെന്താ? അപ്പൊ സ്വിച്ചും പിന്നെ പ്ലഗ് വേണം കേട്ടോ. പ്ലഗ് ഒന്നോ രണ്ടോ മനസ്സിലായി. അത് വേണ്ടി വരും. അതേ എർത്ത് ഉണ്ടായിക്കോട്ടെ. പ്ലഗ് 1-2 ഉണ്ടായിക്കോട്ടെ. എന്താ വെച്ചാൽ വല്ല ഒരു 2 ഐറ്റംസ് കുത്തണ്ട് വന്നാൽ പിന്നെ അല്ലെങ്കിൽ അത് എക്സ്റ്റൻഷൻ എടുക്കാം അല്ലേ? ആ ഓക്കെ. അപ്പം എന്നാ ശരി. ഇവിടെ ബാലകൃഷ്ണത്തെ ഭയങ്കര വിദഗ്ധമായിട്ട് എൻ്റെ വയറിംഗ് വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളുമില്ല, കമ്മിറ്റിയുടെ ഒരാളുമില്ല. ആ വരും. ആര്? ആ നിങ്ങളാ മാമൻ ഒന്നായാലും ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഇട്ടാൽ മതി. തന്നെ അപ്പോൾ അത്ര ഏരിയ അല്ലേ? ആവശ്യമില്ല. രണ്ട് ഒക്കെ വേറെ സ്വിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ ലൈറ്റ് 2 ഒരു സ്വിച്ച്, ഫാനിന് 2 സ്വിച്ച്. അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് തിരിയുന്നുണ്ട് വരും ആള്. ആ ബാലകൃഷ്ണ എന്താ സംശയം പറഞ്ഞ? ആ ലൈറ്റ് ഇപ്പൊ ഇങ്ങനെ വേണ്ട ലൈറ്റ്. നിങ്ങളെ അഭിപ്രായം പറയേ. നിങ്ങളിതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആള് പറയുമ്പോ അതല്ലേ ശരി. ആ തട്ടരുത്. അതിന്റെ ഷെയ്ഡ് വരും. ആ അപ്പോ അതെ. അപ്പോ ഒരു ഫാൻ ആവുമ്പോഴും ഒരു ഫാൻ ഇതുമ്മലും ഇടുക. അതനുസരിച്ച് അപ്പുറപ്പുറം ലൈറ്റ് ഇടുക. അങ്ങനെ ആയാലും മതി.